soprattutto quando ci sono grandi problemi da affrontare, c'è la sensazione che il male sia più forte e viene da chiedersi che cosa devo fare. എനിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായിട്ട് വ്യക്തിപരമായി ഉണ്ടായ ഒരു അനുഭവം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് 2021 നവംബർ മാസത്തിൽ കരിയിൽ പിതാവിൻ്റെ കൂടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ലിറ്റററി സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി മാർപ്പാപ്പയെ സന്ദർശിക്കാൻ പോയപ്പോൾ ഏതാണ്ട് 20-25 മിനിറ്റ് സമയം മാർപ്പാപ്പയുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കേണ്ട അവസരം കിട്ടി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഒരു വലിയ മഹത്വം എന്ന് പറയുന്നത് ഏത് ചെറിയവനോടും, എന്നെ സംബന്ധിച്ച് ഞാനൊരു സാധാരണ വൈദികനാണ്, പക്ഷേ അത് ആ പെരുമാറുന്ന രീതി, അതായത് മാമോദീസയിൽ നമ്മളെല്ലാവരും ഈക്വൽസാണ്. ഒരാൾ വൈദികനാണ്, ഒരു മാർപ്പാപ്പയാണ്, ഒരു മെത്രാപ്പൊലീത്തയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെല്ലാവരും യേശുവിൻ്റെ സഭയിൽ മാമോദീസ അംഗങ്ങളായിത്തീർന്ന സാധാരണ ക്രിസ്ത്യാനികളാണ് എന്നുള്ള ആ ഒരു എളിയ മനോഭാവത്തോടു കൂടി വളരെ സ്നേഹപൂർവ്വം പറയുന്നതെല്ലാം ശ്രദ്ധാപൂർവ്വം. ഞാൻ ഓർക്കുന്നു, കരിയിൽ പിതാവ് അദ്ദേഹത്തോട് സംഭാഷണം നടത്തിയപ്പോൾ ആ സംഭാഷണം നടത്തുന്ന വിഷയം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടൈപ്പ് ചെയ്ത കോപ്പി മാർപ്പാപ്പയ്ക്ക് കൊടുത്തിരുന്നു. അത് കരിയിൽ പിതാവ് വായിക്കുന്ന സമയത്ത് എത്ര ശ്രദ്ധാപൂർവ്വം കണ്ണ് ഇമ വെട്ടാതെ ഇങ്ങനെ ആ കടലാസിൽ ശ്രദ്ധ വരുത്തി താടിക്കും കൈയും കൊടുത്ത് ഇങ്ങനെ കൃത്യമായിട്ട് കയ്യിൽ പേന അല്ല വിരലുപയോഗിച്ച് ആ വരികളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഞാൻ ശ്രദ്ധിച്ച് ഓർക്കുന്നു. വളരെ സൂക്ഷ്മതയോടുകൂടി ആഗോള കത്തോലിക്കാ സഭയിലൊരു കൊച്ചു കാര്യമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നമെന്ന് പറയുക. വളരെ കൊച്ചൊരു കാര്യമാണ് മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ. പക്ഷേ ആ ഒരു കൊച്ചു കാര്യത്തിന് പോലും അദ്ദേഹം കാണിച്ച ആ ശ്രദ്ധയും തന്നെയല്ല, ഞങ്ങൾ പറഞ്ഞ കാര്യം കേൾക്കുക മാത്രമല്ല, അദ്ദേഹമല്ല സൊല്യൂഷൻ തരേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. സൊല്യൂഷൻ, അതിൻ്റെ ഉത്തരം നൽകേണ്ടത് ബന്ധപ്പെട്ട കാര്യാലയമാണ്. അതുകൊണ്ട് പൗരസ്ത്യ സഭാ കാര്യാലയമാണ് അത് നടത്തേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ നാളെ പൗരസ്ത്യ സഭാ കാര്യാലയത്തിൻ്റെ പ്രീഫെക്റ്റ് കാർഡിനൽ സാന്ദ്രിയെ പോയി കാണുക. ഞാൻ അദ്ദേഹത്തിന് ഇന്ന് തന്നെ ഫോൺ വിളിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാം. എന്നിട്ട് ആ ഫയലെല്ലാം കർദിനാളിന് അദ്ദേഹം അന്ന് തന്നെ എത്തിച്ചു കൊടുക്കുക മാത്രമല്ല, മാർപ്പാപ്പ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തതുപോലെ അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിക്കുകയും എന്തെല്ലാം കാര്യങ്ങളാണ് ഫോണിൽ സംസാരിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും പിറ്റേ ദിവസം കർദിനാളിനെ കാണാൻ ചെന്നപ്പോൾ മാർപ്പാപ്പ ഇന്നലെ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞൊരു കടലാസ്, ഒരു A4 ഷീറ്റ് ഞങ്ങളെ കാണിച്ചു തരികയും, ഞങ്ങൾ വായിക്കാനൊന്നും പറ്റിയില്ല, അതിങ്ങനെ കാണിച്ചു, ഇതാണ് ഇന്നലെ മാർപ്പാപ്പ പറഞ്ഞ കാര്യം. നോക്കണേ, ഒരു കൊച്ചു കാര്യത്തെപ്പറ്റി അദ്ദേഹത്തോട് എളിയവരായ ഞങ്ങൾ പോയി പറഞ്ഞപ്പോൾ അത് വളരെ ഗൗരവമായിട്ടെടുക്കുകയും അതേപ്പറ്റി ബന്ധപ്പെട്ട കർദിനാളിനോട് ഫോണിൽ സംസാരിക്കുകയും ഞങ്ങൾ കൊടുത്ത, അല്ലെങ്കിൽ കരിയിൽ പിതാവ് കൊടുത്ത ആ അപേക്ഷയും ആ മെമ്മറാണ്ടവും ആ ഫയലും അതേപടി വായിച്ചതിന് ശേഷം കർദിനാളിന് കൊടുക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇത്രയും വലിയ ഉത്തരവാദിത്തങ്ങളുള്ളപ്പോഴും ഓരോ ചെറിയ പ്രശ്നവും സഭയുടെ തന്നെ പ്രശ്നമായിട്ട് കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതൊരു വലിയ ഇടയന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അജപാലക താല്പര്യം അത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തെ ചിലരൊക്കെ പറയാറുണ്ട്, അദ്ദേഹം ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പോലെയോ ജോൺ പോൾ 2 മാർപ്പാപ്പയെ പോലെയോ വലിയൊരു ദൈവശാസ്ത്രജ്ഞനായിരുന്നില്ല, പിന്നെയോ ഒരു അജപാലകൻ മാത്രമായിരുന്നു, ഇടയൻ മാത്രമായിരുന്നു. അത് ശരിയല്ല. പലരുടെ വിചാരം ദൈവശാസ്ത്രം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്ക് കെട്ടിയിറക്കുന്ന ഏതോ ഒരു ഭാണ്ഡമാണ് ദൈവശാസ്ത്രം എന്നൊരു തെറ്റിദ്ധാരണയുള്ളത് വെസ്റ്റേൺ ചിന്താഗതിയാണ്. എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രം എപ്പോഴും മുകളിൽ നിന്ന് വരുന്നതാണ് ദൈവശാസ്ത്രം എന്ന് പറയുക. താഴെ നിന്ന് ദൈവശാസ്ത്രം കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാഴ്ചപ്പാട്. ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് ദൈവശാസ്ത്രം രൂപപ്പെടുത്തിയെടുക്കുക. അത് പൊളിറ്റിക്സ് ആകാം, സാമ്പത്തിക മേഖലയാകാം, ഇടവുകളിലേക്ക് അജപാലിൻ്റെ പ്രശ്നങ്ങളാകാം, വൈദികരുടെ പ്രശ്നങ്ങളാകാം, കുടുംബ പ്രശ്നങ്ങളാകാം, യുദ്ധമാകാം. ഇതിൽ നിന്നെല്ലാം ഒരു ദൈവശാസ്ത്രം കെട്ടിപ്പടുക്കാൻ സാധിക്കും എന്ന് വിശ്വസിച്ച ഒരു വലിയ മനുഷ്യനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ദേഹവിയോഗത്തിൽ നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ആരുമായിക്കൊള്ളട്ടെ, ഏത് പിൻഗാമിയായാലും ഓരോ മാർപ്പാപ്പയ്ക്കും അവരുടേതായിട്ടുള്ളൊരു വ്യക്തിത്വമുണ്ട്, ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. അത് സഭയോട് ചേർത്ത് വയ്ക്കാനാണ് ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള സംഭാവന ഈ സഭയ്ക്ക് നൽകും. ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകി, ജോൺ പോൾ 2 മാർപ്പാപ്പ നൽകി, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ നൽകി. ഇനി ഇദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വരുന്ന ആരുമായിക്കൊള്ളട്ടെ, ആ മാർപ്പാപ്പയും തീർച്ചയായിട്ടും സഭയുടെ സംരക്ഷകനായിട്ട് സഭ ഈ ലോകത്തിലെ പ്രകാരം ജീവിക്കണം,
എന്ന് നമുക്ക് പറഞ്ഞു തരും. ഇതിനെപ്പറ്റി യാതൊരു സംശയവും.